അല്ലെങ്കിൽ തന്നെ മുസ്ലിം സമുദായം പിന്നോക്കക്കാരാകാൻ വേണ്ടി കൊടിയും പിടിച്ച് തെരുവുകളിലൂടെ പോകുന്ന ഒരവസ്ഥയിലേക്ക് തരം താണിട്ടുണ്ടല്ലോ. ഒരു കുറ്റപ്പെടുത്താൻ വേണ്ടി സൂചിപ്പിക്കുന്നതല്ല, ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ജനങ്ങളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ന്യൂനപക്ഷം ഇവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങളാണ്. പക്ഷെ അവരെക്കാളും ഭൂരിപക്ഷമാണ് മുസ്ലിം സഹോദരങ്ങൾ. എന്നിട്ടും പിന്നോക്കക്കാരാകാൻ വേണ്ടി കൂടുതൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? ഗവൺമെന്റ് വെച്ച് നീട്ടുന്ന അവരുടെ പിച്ചച്ചട്ടിയിൽ നിന്നും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന, അതിന് നേട്ടമൊന്നും പറയാൻ കഴിയില്ല, നേടിയെടുക്കുക എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ്. അവരുടെ പിച്ചച്ചട്ടിയിൽ നിന്നും എന്താണ് കൈയിട്ട് വാരാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പിന്നോക്കാവസ്ഥയ്ക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ അങ്ങനെയാണോ നമ്മളെ കുറിച്ച് പരിചയപ്പെടുത്തിയത്? ഒന്ന് രണ്ട് സൂറത്തുകൾ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. സൂറത്തുൽ ആലു ഇമ്രാനിൽ പറഞ്ഞു, മൂന്നാമത്തെ സൂറത്താണ്. വലാ തഹീനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. വലാ തഹീനു, നിങ്ങൾ ദൗർബല്യം കാണിക്കരുത്, ഞങ്ങളെ പിന്നോക്കക്കാരാക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വയം ദുർബലരാകരുത്. ഞങ്ങൾ വിവരമില്ലാത്തവരാന്ന് പറയുന്നത്. വിദ്യാഭ്യാസ രംഗത്തോ വൈജ്ഞാനിക രംഗത്തോ ഏതേത് രംഗത്തായിരുന്നാലും നിങ്ങൾ ദൗർബല്യം കാണിക്കരുത്. ഖുർആൻ എന്നോട് ആവശ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ മുഅ്മിൻ എന്ന് അവകാശപ്പെടാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ്, വലാ തഹീനു, നിങ്ങൾ ദൗർബല്യം കാണിക്കരുത്. വലാ തഹീനു, നിങ്ങൾ ഈ ഭയപ്പെടുകയും ചെയ്യരുത്. വഅൻതുമുൽ അഅലൗൻ, നിങ്ങൾ ഏറ്റവും ഉന്നതരാണ് അല്ലാഹ് പറയുന്നു. അപ്പൊ അഅലൗൻ എന്ന് ഖുർആൻ നമ്മളോട് പറയുമ്പോൾ നമ്മൾ എന്താണ്? കൂടുതൽ അസ്ഫലിലേക്ക് തരം താഴാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഖുർആന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ചിന്തകളല്ലേ പലപ്പോഴും നമുക്കിടയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഉന്നതരായിട്ട് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക, അല്ലാതെ പിന്നോക്കക്കാരായിട്ട് ഈ പറഞ്ഞപ്പെട്ടതുപോലെ പിച്ചച്ചട്ടിയിൽ നിന്നും എന്തെങ്കിലും വാരിയെടുക്കാനുള്ള തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തരുത്. അതൊന്നും നമ്മളെ പിന്നോക്കക്കാരായ ഒരു മാനസികാവസ്ഥയിലേക്ക് നയിക്കുകയുള്ളൂ. അപ്പൊ ഖുർആൻ പറഞ്ഞ വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്നുള്ള നിലയ്ക്കാണ് നിങ്ങളോട് ഉന്നതരാകാൻ പറയുന്നത്. ഇനി മുഅ്മിനീങ്ങളാകാൻ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു വായിക്കൂ? നമ്മുടെ ചിന്തയ്ക്ക് ഖുർആൻ എന്താണ്? സ്വതന്ത്രമാക്കി വിടുകയാണ്. തരം താഴാൻ തീരുമാനം എടുത്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്രയൊക്കെ പറഞ്ഞാലും ഉന്നത തലത്തിലേക്ക് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒരിക്കലും അവർ തയ്യാറാകില്ല എന്നുള്ളതാണ്. നമ്മുടെ ഖുർആനെ നമ്മൾ നെഞ്ചിലേറ്റ്